ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബഹ്സിനാസ് ക്രിയേഷൻസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോളിഫ്ലവർ മസാല കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം, എന്നാലും തീരെ നൈസായിട്ട് അരിയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ അരിയുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കോളിഫ്ലവറിലേക്ക് മസാല നന്നായിട്ട് പിടിച്ച് വരില്ല. അതിൻ്റെ പേരിൽ കുറച്ച് ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് ഈ കോളിഫ്ലവറൊക്കെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇൻസെക്ട്സ് ഒക്കെ പോയിട്ട് വരും. ഇനി ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്നില്ല എങ്കിൽ ഉപ്പും വിനീഗറും ചേർത്തിട്ട് ഒരു 30 മിനിറ്റോളം വെച്ചിരുന്നാലും മതിയാകും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. കറി തയ്യാറാക്കാനായി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി തുടങ്ങുമ്പോൾ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 10 ചെറിയ ഉള്ളി, 1 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, പിന്നീട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുതേ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് ഇനി പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി കോളിഫ്ലവർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ മൂടി വെച്ച് 3 വിസിൽ വരെ വേവിച്ചെടുക്കും. ഓരോരുത്തരുടെയും കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിസിലൊക്കെ കേൾക്കുന്നത്. ഇനി ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിത്തുടക്കുമ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മിക്സ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കോളിഫ്ലവറിലോട്ട് മസാലയൊക്കെ പിടിച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. Thanks for watching.